أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. الحمد لله رب العالمين، والصلاة والسلام على أشرف المرسلين وعلى آله وصحبه أجمعين. الصلاة والسلام عليك يا سيدنا يا رسول الله. اللهم رب يسر ولا تعسر، رب زدنا علما وحلما وفهما وعقلا وأدبا وحفظا وورعا وإيمانا كاملا. رب تمم بالخير والسعادة، إنك على كل شيء قدير. سبحانك لا علم لنا إلا ما علمتنا، إنك أنت العليم الحكيم. اللهم اغفر لنا، اللهم رب يسر ولا تعسر، رب زدنا. اللهم اغفر لنا ولوالدنا ولمشايخنا ولجميع أمة سيدنا محمد صلى الله عليه وسلم، لا سيما لمصنف هذا الكتاب ولجميع المصنفين والشارحين والمحسين من أهل السنة والجماعة. عن أبي هريرة رضي الله عنه قال. 26-ാമത്തെ ഈ ഹദീസ് നിവേദനം ചെയ്യുന്നത് സ്വഹാബികളിൽ പ്രമുഖനായ അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹുവാണ്. മഹാനവറുകളെ കുറിച്ച് നമ്മൾ മുമ്പ് നന്നായി വിവരിച്ചിട്ടുണ്ട്. ഖാല, മഹാനവറുകൾ പറഞ്ഞു, ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, മുത്തായ നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, കുല്ലു സുലാമ മിനന്നാസ്, മനുഷ്യരിലുള്ള എല്ലാ കണുപ്പുകളും, സുലാമ എന്ന് പറയുന്നത് നമ്മുടെ കൈവിരലുകൾ, കാലിൻ്റെ വിരലുകൾ, അതുപോലെ കയ്യിൻ്റെ കണുപ്പ്, ഇതിനൊക്കെ ആയിരുന്നു. അസുലിയായിട്ട് അതാണ് ഈ കണുപ്പും അതുപോലെ ചെറിയ എല്ലുകളുണ്ടല്ലോ, കൈവിരലിൻ്റെ എല്ല്, കണുപ്പ്, ഇതൊക്കെ ആണ് സുലാമ എന്ന് പറയുന്നത്. പിന്നെ അത് മൊത്തത്തിൽ ഉപയോഗിക്കപ്പെട്ടു. ഇപ്പോൾ സുലാമ എന്ന് പറഞ്ഞാൽ നമ്മുടെ ശരീരത്തിലെ മുഴുവൻ എല്ലുകളും കണുപ്പുകളും, മനുഷ്യ ശരീരത്തിൽ നിന്നുള്ള മുഴുവൻ എല്ലുകളും കണുപ്പുകളും, അലൈഹി സ്വദഖത്തുൻ, അതിനൊക്കെ സ്വദഖയുണ്ട്, അതിനൊക്കെ ധർമ്മം ചെയ്യേണ്ടതുണ്ട്. രണ്ടർത്ഥത്തിൽ അവിടെ അത് ഉദ്ദേശിക്കാം. ഒന്ന്, നമ്മുടെ സ്വദഖ എന്ന് പറയുന്നത് ആപത്തിനെ തട്ടുമെന്നാണല്ലോ. അപ്പോൾ നമ്മുടെ കാലിന് എന്തെങ്കിലും പ്രയാസം വന്നാൽ ആ കാലിൻ്റെ അസുഖം മാറാൻ വേണ്ടി, ആ ബലാഗ് നീങ്ങിപ്പോകാൻ വേണ്ടി സ്വദഖ ചെയ്യാം. കയ്യിന് എന്തെങ്കിലും സംഭവിച്ചാൽ അത് നീങ്ങിപ്പോകാൻ വേണ്ടി സ്വദഖ ചെയ്യാം. അങ്ങനെ. മറ്റൊന്ന്, ഇതെല്ലാം നമുക്ക് തന്ന, കയ്യും കാലുമൊക്കെ നമുക്ക് തന്ന, ഓരോ സമയവും അതിന് ശക്തി നൽകിക്കൊണ്ടിരിക്കുന്ന അള്ളാഹുവിന് വേണ്ടി നമ്മൾ ശുക്ർ ചെയ്യണം. നിർബന്ധമായ നിസ്കാരങ്ങൾ, നോമ്പുകൾ, സക്കാത്തുകൾ, ഹജ്ജൊക്കെ നിർബന്ധമായ ശുക്റുകളാണ്, നന്ദികളാണ്. അതിനപ്പുറത്ത് അള്ളാഹുവിന് നമ്മൾ ചെയ്യുന്ന സുന്നത്ത് നിസ്കാരങ്ങൾ, നോമ്പുകൾ, ഇതെല്ലാം സുന്നത്തായ ശുക്റുകളാണ്. ഇങ്ങനെ ഈ അവയവങ്ങൾക്കെല്ലാം നമ്മുടെ ശരീരം അള്ളാഹു നൽകിയ നിഅമത്താണ്. നിഅമത്തിന് നന്ദി ചെയ്യൽ നിർബന്ധമാണ്. അപ്പോൾ ശരീരത്തിൻ്റെ ഓരോ കണുപ്പുകളും, ഓരോ എല്ലുകളും, ഓരോ അവയവങ്ങളും, അതിനെല്ലാം നമ്മൾ സ്വദഖ ചെയ്യണം. ഇമാം മുസ്ലിം റളിയല്ലാഹു അൻഹു ധരിക്കുന്ന ഹദീസിൽ മനുഷ്യൻ്റെ ശരീരത്തിൽ ഇതുപോലെയുള്ള 360 സന്ധികൾ ഉണ്ട് എന്നാണ്. അതിനൊക്കെ നമ്മൾ സ്വദഖ ചെയ്യണം. നമ്മളുടെ നിസ്കാരത്തിലൂടെ, ഒരു നിസ്കാരം നിർവഹിച്ചു കഴിഞ്ഞാൽ മനുഷ്യൻ്റെ എല്ലാ കണുപ്പുകളും, ശരീരത്തിൻ്റെ മുഴുവൻ അവയവങ്ങളും വർക്ക് ചെയ്യുകയും അത് അള്ളാഹുവിൻ്റെ മാർഗത്തിൽ ചലിക്കുകയും ചെയ്യുന്നു. അതുകൊണ്ടാണ് 2 റക്അത്ത് ളുഹാ നിസ്കാരം ആ 360 സന്ധികൾക്കുള്ള സ്വദഖയാണ് എന്ന് പറയാനുള്ള കാരണം. അപ്പോൾ നന്ദി രേഖപ്പെടുത്തിക്കൊണ്ട് ഓരോ കണുപ്പുകളും, ഓരോ അവയവങ്ങളും, ഓരോ പേശികളും, ഓരോ ഭാഗങ്ങളും വർക്ക് ചെയ്യുന്നതിന് സ്വദഖ ചെയ്തുകൊണ്ട് അള്ളാഹുവിന് നന്ദി രേഖപ്പെടുത്തുക എന്നാണ്
ഇതിൻ്റെ മറ്റൊരു ആശയം. ആ സന്ധികളും മനുഷ്യ ശരീരത്തിലെ മുഴുവൻ അവയവങ്ങളും മുഴുവൻ കെണുപ്പുകളും അലൈഹി സ്വതഖ, അതിൻ്റെ മേൽ സ്വതഖ നിർബന്ധമാണ് ഒരർത്ഥം. മറ്റൊരർത്ഥം സ്വതഖ ഒരു പരിഹാരമാണ്. അതിനൊക്കെ എന്ത് ബുദ്ധിമുട്ടുണ്ടെങ്കിലും നമ്മൾ സ്വതഖ ചെയ്യുക എന്നുള്ളത് നമ്മുടെ ശരീരത്തെ ആ ബലായിൽ നിന്ന് രക്ഷപ്പെടുത്താനുള്ള പരിഹാരമാണ് എന്ന്. അങ്ങനെ കുല്ലു യൗമിൻ, ഏതൊരു ദിവസവും, തത്ലുഉ ഫീഹി ശംസു, ആ ദിവസത്തിൽ സൂര്യനുദിക്കും. അപ്പൊ സൂര്യനുദിക്കുന്ന എല്ലാ ദിവസവും എന്ന് പറഞ്ഞാൽ ഏതൊരു ദിവസവും യഅദിലു, അയാള് രഞ്ജിപ്പുണ്ടാക്കും, നീതി നടപ്പിലാക്കും, ബൈനൽ ഇസ്നൈനി, രണ്ടാൾക്കിടയിൽ അനുരഞ്ജനമുണ്ടാക്കുന്നത് സ്വതഖയാണ്. അതായത് അള്ളാഹുവിനുള്ള നിസ്കാരം, നോമ്പ്, ഇതൊക്കെ സ്വതഖയാണ്. നന്മ പ്രവർത്തിക്കുക എന്നൊരു സ്വതഖ. മറ്റൊരു സ്വതഖയാണ് സൃഷ്ടികളെ സഹായിക്കുക, സൃഷ്ടികൾക്ക് ഉപകാരം ചെയ്യുക എന്നുള്ളത്. അങ്ങനെ പലതരം സ്വതഖകളുണ്ട്. ഇതിലേതെങ്കിലുമൊക്കെ സ്വതഖ നമ്മളിങ്ങനെ ചെയ്യുക. അപ്പോൾ അല്ലാഹു തആല നമുക്ക് ശരീരം തന്നതിന്, ആ ശരീരം വർക്ക് ചെയ്യാൻ ആത്മാവിനെ ഇട്ട് തന്നതിനൊക്കെ അത് അള്ളാഹുവിന് വേണ്ടി നമ്മൾ ചെയ്യുന്ന സ്വതഖയായിത്തീരും. അതിന് നമുക്ക് തന്നെ കൂലിയിട്ടും. അപ്പോൾ കുല്ലയൗമിൻ എന്നും വായിക്കാം, അല്ലെങ്കിൽ കുല്ലയൗമിൻ. അപ്പം സൂര്യനുദിക്കുന്ന ഏതൊരു ദിവസത്തിലും കുല്ലയൗമിൻ തത്ലുഉ ഫീഹി ശംസു യഅദിലു ബൈനൽ ഇസ്നൈൻ, രണ്ടാൾക്കിടയിൽ അതില് എന്ന് പറഞ്ഞാൽ ഇസ്ലാഹ്, സുൽഹ് ഉണ്ടാക്കുക, രഞ്ജിപ്പുണ്ടാക്കുക, അനുരഞ്ജനമുണ്ടാക്കുക. രണ്ടാൾ തമ്മിൽ തർക്കത്തിലാണ്, അവർക്കിടയിൽ രണ്ടാൾക്കും സമാധാനപ്പെടുന്ന കോലത്തിൽ ഒരു അനുരഞ്ജനമുണ്ടാക്കുക എന്നുള്ളത് സ്വതഖയാണ്. ആണോ? അപ്പൊ സൃഷ്ടികളെ കാരണം ഒരു സൃഷ്ടിക്ക് അല്ലെങ്കിൽ മറ്റൊരാൾക്ക് അതിൽ സമാധാനം കിട്ടുന്നു, സന്തോഷം ലഭിക്കുന്നു. ഇങ്ങനെ മറ്റുള്ളവരെ സന്തോഷിപ്പിക്കലും മറ്റുള്ളവർക്ക് ഉപകാരം ചെയ്യലും സ്വതഖയാണ്. അതിനുശേഷം വയുഈനു റജുല ഫീ ദാബത്തിഹി ഫയഹ്മിലുഹു അലൈഹ, രണ്ടാൾക്കിടയിൽ നീതി ഉണ്ടാക്കുന്നത് സ്വതഖയാണ്. വതുഈനു, നീ സഹായിക്കുന്നു, അർറജുല, ഒരാളെ, ഫീ ദാബത്തിഹി, അവൻ്റെ മൃഗത്തിൻ്റെ വിഷയത്തിൽ. ഇവിടെ മൃഗം എന്ന് പറയുന്നത് ഒട്ടകമോ അല്ലെങ്കിൽ നമ്മുടെ മറ്റു വാഹനങ്ങളോ ഒക്കെ പെടും. അങ്ങനെ ഫതഹ്മിലുഹു അലൈഹ, അദ്ദേഹത്തെ അതിൻ്റെ മേലിൽ നിങ്ങൾ കയറ്റി വെക്കുന്നു. അദ്ദേഹത്തിന് കയറാൻ കഴിയുന്നില്ല, അപ്പോൾ അദ്ദേഹത്തെ സഹായിക്കുന്നു. ഔ തർഫഉ ലഹു, അല്ലെങ്കിൽ അദ്ദേഹത്തിന് വേണ്ടി ഉയർത്തിക്കൊടുക്കുന്നു, പൊന്തിച്ചു കൊടുക്കുന്നു, മതാഅഹു, അദ്ദേഹത്തിൻ്റെ സാമഗ്രികൾ, അദ്ദേഹത്തിൻ്റെ ചരക്കുകൾ. ഇതിപ്പോൾ ചെറിയ, നമ്മുടെ കണ്ണിൽ ചെറുതായി കാണുന്നൊരു കാര്യമാണ്. ഒരാളെ വാഹനത്തിന്മേൽ കയറാൻ, വണ്ടി കയറാൻ സഹായിക്കുക, അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ വസ്തുക്കൾ ആ വണ്ടിയുടെ മുകളിലേക്ക് എടുത്തു വെച്ചു കൊടുക്കുക. ഇതെല്ലാം സ്വതഖയാണ്. വൽ കലിമത്തു ത്വയ്യിബത്തു സ്വതഖത്തുൻ, നല്ല വാക്ക് സ്വതഖയാണ്. ഒരാളോട് സലാം പറയുക, അതുപോലെ ഹയ്യാക്കല്ലാ എന്ന് പറയുക, അദ്ദേഹത്തെ സന്തോഷിപ്പിക്കുന്ന നല്ല വചനം, അത് സ്വതഖയാണ്. അപ്പോൾ നമ്മുടെ ശരീരം അല്ലാഹു തആല നൽകിയതിനും ഓരോ ദിവസവും ആ ശരീരം അതിൻ്റെ ധർമ്മം നിർവഹിച്ചു തരുന്നതിന് പകരം നമ്മൾ അങ്ങോട്ട് സ്വതഖ ചെയ്യണം എന്ന് പറയുമ്പോൾ സമ്പത്ത് തന്നെ ചെലവാക്കണമെന്നില്ല, പല വിധത്തിലും സ്വതഖ ചെയ്യാം. അള്ളാഹുവിന് വേണ്ടി നിസ്കരിക്കുന്നത് സ്വതഖയാണ്. രണ്ടാൾക്കിടയിൽ പ്രശ്നം പരിഹരിക്കുന്നത് സ്വതഖയാണ്. ഒരാളുടെ വാഹനപ്പുറത്ത് കയറാൻ അദ്ദേഹത്തെ സഹായിക്കുന്നതും, ഇങ്ങനെ തുടങ്ങി നല്ല വർത്തമാനം ഒരാളോട്
പറയുന്നത് സ്വതക്കയാണ്. വേറെ ഹദീസിൽ നമുക്കറിയാമല്ലോ, തബസ്സുമുക വജ്ഹി അഖീക സ്വതഖ, സഹോദരന്റെ മുഖത്ത് നോക്കി പുഞ്ചിരിക്കൽ സ്വതക്കയാണ്. വബികുല്ലി ഖത്വത്തിൻ തംശീഹ ഇലസ്വലാത്തി, നിസ്കാരത്തിലേക്ക് നിങ്ങൾ വെക്കുന്ന ഓരോ ചവിട്ടടിക്കും അത് സ്വതക്കയാണ്. ഖുതുവത്ത് എന്നും പറയും, ഖത്തുവത്ത് എന്നും പറയും. നമ്മുടെ ഒരു ചവിട്ടടിക്കാണ് ഖത്തുവത്ത് എന്ന് പറയാം. അതിൻ്റെ ഇടയിലുള്ള ഒരു അകലുണ്ടല്ലോ, ഒരു കാലം എടുത്ത് വെക്കുമ്പോൾ അതിന് ഖുതുവത്ത് പറയും. ഏതായാലും ഒരു ചവിട്ടടി തംശീഹ, ആ ചവിട്ടടി വെക്കുന്നു ഇല സ്വലാത്തി, നിസ്കാരത്തിലേക്ക്. അപ്പോൾ നമ്മൾ പള്ളിയിലേക്ക് പോവുക, അത് സ്വതക്കത്തുൻ, സ്വതക്കയാകുന്നു. അതുകൊണ്ടാണ് വാഹനപ്പുറത്ത് കയറി പോകുന്നതിനേക്കാൾ അഫ്ളൽ പള്ളിയിലേക്ക്, കാരണം ബുദ്ധിമുട്ടൊന്നും ഇല്ലെങ്കിൽ നടന്നു പോകലാണ് അഫ്ളൽ. അതുപോലെ വ തുമീത്തുൽ അദ, അമാത്ത യുമീത്തു എന്ന് പറഞ്ഞാൽ നീക്കുക, ഇസാലത്ത്, ബുദ്ധിമുട്ടിനെ, തടസ്സം, കല്ല്, മുള്ള്, നജസ്. ഈ ഹദീസിനെ നമ്മൾ വിശദീകരിക്കുമ്പോൾ അൽ കലിമത്തു ത്വയ്യിബ, നല്ല വാക്ക്. ഇപ്പോൾ ഒരാൾ തുമ്മി, അപ്പോൾ നമ്മൾ അദ്ദേഹം അൽഹംദുലില്ലാ പറയുമ്പോൾ നമ്മൾ റഹ്മക്കല്ലാ എന്ന് പറയാം, സലാം പറയാ, സലാം മടക്കുക. ഖുർആനിൽ തന്നെ ഉണ്ടല്ലോ, ഇലൈഹി യസ്അദുൽ കലിമുത്ത് ത്വയ്യിബു, നല്ല കലിമത്തുകൾ അള്ളാഹുവിലേക്ക് ഉയരും. ഇങ്ങനെ അതുപോലെ അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടതാണല്ലോ കലിമത്തു തൗഹീദ്, ലാ ഇലാഹ ഇല്ലല്ലാഹ് മുഹമ്മദുർ റസൂലുള്ളാഹ് എന്നത്. അപ്പോൾ ഒരു മനുഷ്യൻ്റെ ആ കലിമത്തു തൗഹീദ്, ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്നുള്ളത് ഏറ്റവും വലിയ ദിക്റാണ്. അപ്പോൾ അത് നമ്മുടെ നാവ് കൊണ്ട് ചെയ്യാൻ പറ്റുന്ന ഏറ്റവും വലിയ സ്വതക്കയാണ്. അതിനുശേഷം പറഞ്ഞു പള്ളിയിലേക്ക് നടക്കുക എന്നുള്ളത് സ്വതക്കയാണ്. ഞാൻ കൂടുതലായി വിശദീകരിക്കുന്നില്ല. അവസാനം പറഞ്ഞത് ഇമാത്തത്തുൽ അദാ അനി ത്വരീഖ്, വഴിയിൽ നിന്ന് തടസ്സങ്ങൾ നീക്കുക, കല്ല്, മുള്ള്, നജസ്സുകൾ, മ്ലേച്ഛമായത്, ഇതെല്ലാം അതിൽ പെടും. മുഅ്മിനീങ്ങൾക്ക് ബുദ്ധിമുട്ടുണ്ടാകുന്ന എല്ലാം അതിൽ പെടും. ഇത് വലിയ കൂലിയുള്ളതാണ്. മാത്രമല്ല നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, അൽ ഈമാനു ബിദ്ഉം വസബഊന ശുഅബ, ഈമാനിനെ നമ്മൾ ഒരു മരമായി സങ്കല്പിക്കുമ്പോൾ അതിന് 70 ചില്ലാനം ശാഖകളുണ്ട്. അതിലേറ്റവും മഹത്വമുള്ളത്, ഏറ്റവും മേലെയുള്ളത് ഷഹാദത്തു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ്, അതാ നേരത്തെ പറഞ്ഞ കലിമത്തുൻ ത്വയ്യിബ. അതിലേറ്റവും ചെറിയത് നമ്മുടെ ഈമാനിൻ്റെ പൂർത്തീകരണത്തിന് ഇത് ആവശ്യമാണ്. നമ്മളെ കണ്ണിൽ നമ്മൾ വളരെ നിസ്സാരമായി കാണുന്നത് ഈമാനിൻ്റെ ശാഖയാണ് എന്ന് പറയുമ്പോൾ, അതായത് മുഅ്മിനീങ്ങൾക്കുള്ള വഴിയിലെ തടസ്സങ്ങൾ നീക്കുക. ഇന്ന് വഴി വിട്ടുകൊടുക്കാൻ തയ്യാറില്ലാത്തവർ. ഇന്നലെ ഒരു സഹോദരൻ വളരെ വിഷമിച്ച് പറഞ്ഞു, എത്ര ലക്ഷം വേണമെങ്കിലും തരാം, ഉമ്മാൻ്റെ പ്രായമായ ഉമ്മാക്ക് ഒന്ന് വീട്ടിലേക്ക് പോകാൻ, ഒരു ഓട്ടോറിക്ഷ പോകാനുള്ള സൗകര്യം പോലും ഇല്ല, എത്ര ലക്ഷം വേണമെങ്കിലും തരാം, കുറഞ്ഞ ദൂരം, വളരെ കുറഞ്ഞ ദൂരം മാത്രമേ ഉള്ളൂ, വളരെ കുറഞ്ഞ ദൂരം. അവരാണെങ്കിൽ ഒരുപാട് സമ്പത്തുള്ളവരാണ്, എന്നിട്ട് പോലും ആ ആംബുലൻസിന് വരാൻ പോലും ഉള്ള സൗകര്യം ചെയ്തു കൊടുത്തില്ല. എന്നാൽ ഒരു മനുഷ്യന്റെ ഈമാൻ പൂർത്തിയാകുന്നത് ഈ കാര്യങ്ങളൊക്കെ കൂടുമ്പോഴാണ്. അപ്പം അതിൽപ്പെട്ടതാണ് വഴിയിൽ നിന്ന് തടസ്സങ്ങൾ നീക്കുക എന്നുള്ളത്. അതുകൊണ്ട് തന്നെ ചില മഹാന്മാർ പറയുന്നത് കാണാം, നമ്മൾ വഴിയിൽ നിന്ന് തടസ്സങ്ങൾ നീക്കുമ്പോൾ, അതിപ്പോൾ ചെറിയൊരു കാര്യമാണല്ലോ, ഈമാനിൻ്റെ 70 ശാഖകളിൽ ഏറ്റവും താഴെയുള്ളതാണ്. ആ വഴിയിൽ നിന്ന് തടസ്സം നീക്കുമ്പോൾ ലാ ഇലാഹ ഇല്ലല്ലാഹ് പറയൽ സുന്നത്താണ്. അതെന്തിനാ? ഈമാനിൻ്റെ ശാഖയിൽ ഏറ്റവും മേലെയുള്ളതിനെയും ഏറ്റവും താഴെയുള്ളതിനെയും ഉൾക്കൊള്ളാൻ വേണ്ടിയിട്ടാണ്. അത് നമ്മൾ നന്നായി ശ്രദ്ധിക്കണം. അതുപോലെ എന്തെങ്കിലും വിത്തുകളൊക്കെ നടുന്ന സമയത്ത് സ്വലാത്ത് ചൊല്ലുക. മുത്തനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ ഉമ്മത്തുമാർക്ക് തിന്നുപകരിക്കാൻ
വേണ്ടി ഞാൻ ചെയ്യുന്നു എന്നൊക്കെ നിയത്ത് ചെയ്താൽ നമ്മുടെ പൂർവികർ വല്യമ്മമാരൊക്കെ അത് ചെയ്യാറുള്ളവരാണ്. വലിയ പ്രതിഫലാർഹമാണ്. അപ്പോ ഇമാത്തത്തുൽ അദാനി ത്വരീഖ്, വഴിയിൽ നിന്ന് തടസ്സങ്ങൾ നീക്കുക, അത് ഈമാന്റെ ഭാഗമാണ്. ഈ വഴിയിൽ നിന്ന് തടസ്സം നീക്കുക എന്ന് പറയുമ്പോൾ ഒരു മനുഷ്യൻ അള്ളാഹുവിലേക്കുള്ള വഴിയുണ്ട്, ഇസ്ലാമിന്റെ വഴി, അള്ളാഹുവിലേക്കുള്ള വഴി, അതിലുള്ള തടസ്സങ്ങൾ നീക്കി കൊടുക്കുക. ഒരു മുസ്ലിമിന് ഇങ്ങോട്ട് വരാൻ, അള്ളാഹുവിലേക്ക് വരാൻ, ഒരു ബിദ്അത്തുകാരന് വരാൻ, നമ്മൾ ഒരാളെ പിടിച്ചിട്ട് വഹാബി ആക്കുകയല്ല വേണ്ടത്, അവന്റെ മുമ്പിലുള്ള തടസ്സങ്ങൾ നീക്കി കൊടുക്കുക. അതായത് അത് ആത്മീയമായ വഴിയാണ്. അപ്പൊ ആത്മീയമായ വഴിയായാലും ഭൗതികമായ വഴിയായാലും ഒരു മുഅ്മിനിന് തടസ്സം നിൽക്കുന്ന കാര്യങ്ങൾ നമ്മൾ നീക്കിക്കൊടുക്കുക. ഈ ഹദീസിൽ പറയുന്നത് അത് സ്വതഖയാണ്, പ്രതിഫലാർഹമാണ്, ധർമ്മമാണ്. അപ്പൊ സമ്പത്ത് കൊടുക്കുക എന്നത് മാത്രമല്ല സ്വതക്ക, നിർബന്ധമായ നിസ്കാരം പോലെയുള്ളത് മാത്രമല്ല സ്വതക്ക. മറ്റൊരു ഹദീസിലുണ്ടല്ലോ, കുല്ലു മാറൂഫിൻ സ്വതക്ക, എല്ലാ നല്ല കാര്യവും സ്വതക്കയാണ്. അപ്പോ തുമീത്തുൽ അദ, തടസ്സം നീക്കുക, അനിത്വരീഖ്, വഴിയെയും വിട്ട് വഴിയിൽ നിന്ന് തടസ്സം നീക്കുക, അത് സ്വതഖത്തുൻ, അത് ധർമ്മമാണ്, പ്രതിഫലാർഹമാണ്. ഇമാമുൻ നവവി റളിയല്ലാഹു അൻഹു റിപ്പോർട്ട് ചെയ്യുന്ന ഈ ഹദീസ് ഇമാം ബുഖാരിയും മുസ്ലിമും ഒക്കെ ഉദ്ധരിച്ചിട്ടുണ്ട്. അപ്പോ കിതാബു സുൽഹിലാണ് രണ്ടാൾക്കിടയിൽ നീതി നടപ്പാക്കലും രഞ്ജിപ്പുണ്ടാക്കലും വളരെ ശ്രേഷ്ഠതയുള്ളതാണ് എന്ന അധ്യായത്തിലും ഇമാം ബുഖാരി റളിയല്ലാഹു അൻഹു ഇത് കൊണ്ടുവന്നത് കാണാൻ കഴിയും. അപ്പോ അള്ളാഹുവിന് നമ്മൾ അവൻ കൽപ്പിച്ചതും നിർബന്ധിച്ചതും അല്ലാത്തതുമായ ഇബാദത്തുകൾ നമ്മൾ ചെയ്യുക, അത് സ്വതക്കയാണ്. സൃഷ്ടികളോട് നന്നായി പെരുമാറുക, സൃഷ്ടികളെ സഹായിക്കുക, സൃഷ്ടികൾക്ക് ഉപകാരം ചെയ്യുക, ഇതൊക്കെ സ്വതക്കയാണ്. ഈ സ്വതക്കകളൊക്കെ നമ്മൾ ചെയ്യുമ്പോൾ നമ്മുടെ ശരീരം നമ്മെ പടച്ച അള്ളാഹു സുബ്ഹാനഹു വ തആല, ആ അള്ളാഹു തആല ഓരോ ദിവസവും നമുക്ക് അവന്റെ നിഅമത്ത് ദായിമാക്കി തരുന്നതിനിക്ക്, അതായത് നമ്മുടെ ശരീരം വർക്ക് ചെയ്യുന്നു, നമ്മളതുകൊണ്ട് നമുക്ക് ആവശ്യമായ കാര്യങ്ങളൊക്കെ ചെയ്യുന്നു, ആ ഒരു നിഅമത്ത് അള്ളാഹു തആല നിലനിർത്തി തരുന്നതിനിക്ക് നമ്മൾ അതുപോലെ അവനുള്ള ശുക്റും നമ്മൾ നിലനിർത്തുക. ഇങ്ങോട്ട് അനുഗ്രഹം ചെയ്തു തരുന്നതിനനുസരിച്ച് അങ്ങോട്ടും നമ്മൾ ശുക്ർ ചെയ്യുക. ഏറ്റവും വലിയ ശക്കൂറായിരുന്നല്ലോ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം. അവിടുന്ന് സുന്നത്ത് നിസ്കരിച്ചിട്ട് കാലിന് നീര് വന്ന് ബുസ്രിമാൻ പറഞ്ഞില്ലേ, വലംതു സുന്നത്തമൻ അഹയല്ലാഹു ഇലാ അനിസ്തഖത ഖദമാഉർ റമീം വറമീ. അപ്പോ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് ചോദിച്ചില്ലേ, അങ്ങ് തെറ്റൊന്നും ചെയ്തില്ലല്ലോ, പിന്നെ എന്തിനാണ് ഇങ്ങനെയെന്ന് ചോദിച്ചപ്പോൾ ഞാനൊരു ഫലാ അകൂനു അബ്ദൻ ശക്കൂറ, ഞാനൊരു നന്ദിയുള്ള അടിമയാകേണ്ടയോ എന്നാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ചോദിച്ചത്. അപ്പോൾ വളരെ മഹത്തായ ധാരാളം ആശയങ്ങൾ ഉൾക്കൊള്ളുന്ന സുന്ദരമായ ഹദീസ്, ഇതിൽ നിന്നൊക്കെ പാഠം ഉൾക്കൊണ്ട് ജീവിതം ചിട്ടപ്പെടുത്താൻ അള്ളാഹു നമുക്ക് ഭാഗ്യം നൽകട്ടെ. വആഖിറു ദഅവാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ.